നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്നായ USS എബ്രഹാം ലിങ്കന് നേരെ ഇറാനിയൻ കപ്പൽ അടുക്കുന്നു. ആഗോള സമുദ്രപാതയിൽ ഏറെ നിർണായകമായ ഈ മേഖലയിൽ അമേരിക്കൻ സൈന്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. CBS റിപ്പോർട്ടുകൾ പ്രകാരം പ്രകോപനപരമായ നീക്കത്തിനൊടുവിൽ ഇറാന്റെ കപ്പലിനെ അമേരിക്കൻ സൈന്യം തകർത്തിരിക്കുന്നു. അമേരിക്കൻ നാവികസേനയുടെ കരുത്തിന്റെ അടയാളമായ എബ്രഹാം ലിങ്കൺ അതിന്റെ പതിവ് പട്രോളിങ്ങിനിടെയാണ് ഇറാന്റെ ഒരു കപ്പൽ വളരെ വേഗത്തിൽ അതിനടുത്തേക്ക് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഈ നീക്കം വലിയൊരു ഭീഷണിയായാണ് അമേരിക്കൻ കമാൻഡർമാർ വിലയിരുത്തിയത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഇറാനിയൻ കപ്പൽ പിന്മാറാൻ തയ്യാറായില്ല. സെക്കൻഡുകൾക്കുള്ളിൽ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. കപ്പലിന്റെ സുരക്ഷ കണക്കിലെടുത്ത് തിരിച്ചടിക്കാൻ US സൈന്യം തീരുമാനിച്ചു. ആദ്യം ഒരു US നേവി ഡിസ്ട്രോയർ രംഗത്തെത്തി. തങ്ങളുടെ പ്രധാന തോക്കുകൾ ഉപയോഗിച്ച് ഇറാനിയൻ കപ്പലിനെ തകർക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി ആ ലക്ഷ്യം പാളിപ്പോയി. ഡിസ്ട്രോയർ തൊടുത്ത വെടിയുണ്ടകൾ പലതവണ ലക്ഷ്യം കാണാതെ മാറിപ്പോയത് നാടകീയമായ രംഗങ്ങൾക്കാണ് കടലിൽ വഴിയൊരുക്കിയത്. ഇറാൻ കപ്പൽ തന്ത്രപരമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ താൽക്കാലിക വിജയം അധിക നേരം നീണ്ടുനിന്നില്ല. കടലിലെ പരാജയത്തിന് പിന്നാലെ ആകാശത്തു നിന്നുള്ള മരണം ഇരച്ചെത്തി. ഒരു US ഹെലികോപ്റ്റർ മിന്നൽ വേഗത്തിൽ യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു. ഡിസ്ട്രോയറിന് കഴിയാത്തത് ആ ഹെലികോപ്റ്റർ പൂർത്തിയാക്കി. കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു ഹെൽഫയർ മിസൈൽ തൊടുത്തുവിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ഇറാന്റെ കപ്പൽ അഗ്നിഗോളമായി മാറി കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. പ്രകോപനത്തിന് കൃത്യമായ മറുപടി നൽകി അമേരിക്കൻ സേന തങ്ങളുടെ ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിച്ചു. ഈ സംഭവം മേഖലയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. CBS ന്യൂസ് പുറത്തുവിട്ട ഈ വാർത്ത ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ്.